ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ ദാറുൽ ഇർഫാനിലെ 11ാമത് ആർട്സ് ഫെസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്ന് സമാപിക്കാനിരിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തെ ഫെസ്റ്റ് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് ആവേശം, ഒരുപാട് ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വർഷം നമ്മുടെ ഈ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള, എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ജഡ്ജസിന് ഡ്യൂട്ടി ഉള്ളത് നമ്മുടെ വോയിസാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ വോയിസാനോട് ഈ വർഷത്തെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ജഡ്ജസിനെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് നേരെ പോയേക്കാലോ. ഫെസ്റ്റിനെ പോലെ തന്നെ ഈ വർഷം നമ്മൾ ജഡ്ജസിന് സജ്ജീകരിക്കുന്നതും അവരെ കൊണ്ടുവരുന്നതും അവരെ ഫുൾ ഡീറ്റെയിൽസ് നോക്കുന്നത് നമ്മുടെ വോയിസാണ്. അപ്പോൾ വോയിസാണ് നമ്മൾ ചോദിച്ചു നോക്കി ഈ വർഷത്തെ ഫെസ്റ്റിലെ ജഡ്ജസിന്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സജ്ജീകരണം എങ്ങനെയായിരുന്നുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ ഫെസ്റ്റ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുതൽ തുടങ്ങി വ്യാഴം, വെള്ളി, ശനി, ഞായർ ഇന്ന് ഉച്ചയോടുകൂടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടെ നമ്മുടെ ഫെസ്റ്റ് അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാ, നമുക്ക് 10-25ഓളം ജഡ്ജുകൾ ഇതിന് അകം എത്തിച്ചേർന്നിട്ടുണ്ട്. ആർട്ട് ഫെസ്റ്റിന്റെ പ്രധാനമായ ഘടകമാണ് ജഡ്ജസ് എന്നുള്ളത്. 10-25ഓളം ജഡ്ജുകൾ ഇവിടെ ജഡ്ജ്മെന്റ് നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. അവർക്കൊക്കെ വളരെ സന്തോഷത്തോടെ, വളരെ താല്പര്യത്തോടെ അവർ പറഞ്ഞത് ഇവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഉഷാറാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വളർന്നു വരുന്ന ഒരു തലമുറ നല്ല ഉഷാറായിട്ട് കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരെ നമുക്ക് വീണ്ടും വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ കോളേജിന് സിബാക്ക് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തെ പരിപാടികളിലൊക്കെ മറ്റു പരിപാടികളിലൊക്കെ വളരെ ഉഷാറാക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് മറ്റു ജഡ്ജസിൻ്റെയൊക്കെ അഭിപ്രായമുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സെറ്റിങ്സ്, ഇതിൻ്റെ ഷെഡ്യൂള്, മറ്റു സംവിധാനങ്ങളെല്ലാം വളരെ ഉഷാറായിട്ടുണ്ട് എന്നാണ് ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയ അഭിപ്രായങ്ങളൊക്കെ. ഏതായാലും അൽഹംദുലില്ലാ, ഇത്തരം 3 ദിവസങ്ങളിലായി ഇവിടെ ജഡ്ജ് നിൽക്കാനും മറ്റു കാര്യങ്ങളൊക്കെ സഹകരിച്ച എല്ലാ ജഡ്ജസിനും മറ്റു എല്ലാ ആളുകൾക്കും നമ്മുടെ കൺട്രോളേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, കോർഡിനേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കൃതജ്ഞത നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വർഷം നമ്മൾ സിബാക്കും അതുപോലെ സർഗനെ പോലെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉവൈസാദ് പറഞ്ഞ പോലെ ജഡ്ജസിന്റെ ഈ ഒരു വിലപ്പെട്ട അഭിപ്രായം സ്വാഭാവികമായിട്ടും അതിലൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ സിബാക്കിൽ ഇതിന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. എക്സാം കഴിഞ്ഞ മുതൽ തന്നെ ഒരുപാട് ദിവസങ്ങളായി നോൺ സ്റ്റേജ് മത്സരങ്ങളും സ്പോർട്സ് മത്സരങ്ങളും ഇപ്പോൾ ഇതാ ബുധനാഴ്ച മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ സ്റ്റേജ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുഴുവൻ കൺട്രോൾ ചെയ്തതിൽ പ്രധാന നമ്മളെ കോർഡിനേറ്റർ ആയിട്ടുള്ള കൺട്രോളർ ആയിട്ടുള്ള യൂനിസ് ഉസ്താദുണ്ട്. അപ്പോൾ യൂനിസാണ് ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു ഒരുക്കങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഫെസ്റ്റിനെ കൺട്രോളർ ഭാഗം എങ്ങനെയാണ് കാണുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, ഇന്ന് ഞായറാഴ്ച ആർട്ടിഫിഷ്യൽ 24ൻ്റെ 4ാം ദിനം, അത് അതിൻ്റെ അവസാനത്തോട് അടുക്കുന്ന ദിവസമാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതിലുപരി വിജയകരമായി നടത്താൻ സാധിച്ചു. സമയക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും, പ്രത്യേകിച്ച് ഉസ്താദുമാർ, വോളണ്ടിയേഴ്സ്, കോർഡിനേറ്റേഴ്സ്, അവരുടെയൊക്കെ സഹകരണം, പൂർണ്ണാർത്ഥത്തിലുള്ള സഹകരണം കാരണം ഇന്നവരേക്കും വളരെ വിജയകരമായി നമ്മൾ പ്ലാൻ ചെയ്ത ഓരോ കാര്യങ്ങളും നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അസ്ർ ആകുമ്പോഴേക്കും ഏകദേശം എല്ലാ പരിപാടികളുടെയും റിസൾട്ട് ഫൈനലാകും. മഗ്‌രിബിക്ക് ശേഷം നമ്മൾ നമ്മുടെ ക്ലോസിംഗ് സെറമണിയിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഏതായാലും ഇതുവരെ നമ്മോടൊപ്പം നിന്ന എല്ലാ ഉസ്താദുമാർ, വളണ്ടിയേഴ്സ്, കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഹൗസ് ലീഡേഴ്സ്, അവർക്കൊക്കെ ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ 2024 ചീഫ് കൺട്രോളർ ആയിട്ടുള്ള മുഹമ്മദ് ഉസ്താദാണ്. അപ്പോൾ മുഹമ്മദ് ഉസ്താദ് നമ്മുടെ ഈ വർഷത്തെ ഫെസ്റ്റിനെ വിലയിരുത്തിയിട്ട് സംസാരിക്കുന്നതാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും. നമ്മുടെ ദാറുൽ ഇർഫാൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടി ആർട്ടിഫിഷ്യൽ 24 മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ വിചാരിച്ചതിലേറെ ഉപരി ഉഷാറായി വിദ്യാർത്ഥികൾ ഒരുങ്ങുകയും തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാലും ഒന്നുകൂടി ചില പരിപാടികൾ വീക്ഷിക്കുമ്പോൾ ഒന്നുകൂടി മെച്ചപ്പെടാൻ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ തയ്യാറാവാനുള്ള കൂടുതൽ സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കണം ചില പരിപാടികൾ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പങ്ക്ച്വാലിറ്റിയുടെ വിഷയത്തിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കൃത്യമായി കുട്ടികൾ സമയം പാലിച്ചിട്ടുണ്ട് പൂർണ്ണമായും. എന്നാൽ സ്റ്റേജ് പരിപാടികളിൽ ആ ഒരു കൃത്യത പലപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ല. പരിപാടികൾ നിർത്തുന്ന സമയത്തും ബെല്ലടിച്ചതിന് ശേഷവും തുടരുന്ന ഘട്ടങ്ങൾ പലതവണ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനത്തെ 1-2 കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ
ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ഒരുക്കം, സംഘാടനം, വേദികളുടെ അറേഞ്ച്മെൻറ്റ്സ്, ലൈറ്റ്, സൗണ്ട്, മറ്റു മീഡിയ, ആർട്ടോളം, പത്രങ്ങൾ, ലക്കങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, കോർഡിനേറ്റേഴ്സ്, വളണ്ടിയേഴ്സ്, ടീം ലീഡേഴ്സ്, ഗിഫ്റ്റ് കമ്മിറ്റി, എല്ലാവരും വളരെ മനോഹരമായി തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ ആർട്ടിഫിഷ്യ 24ൻ്റെ വിജയത്തെ കാണാനാവുന്നത്. അപ്പൊ നമ്മുടെ ദാറുൽ ഇർഫാൻ ആർട്ട് ഫെസ്റ്റ് ആർട്ടിഫിഷ്യ 24 ആർട്ടിഫിഷ്യ മാത്രമല്ല എല്ലാ ഫെസ്റ്റും നമ്മൾ ലിസാന്റെ കീഴിലാണ് വരല്. അപ്പൊ ഈ വർഷം ലിസാന്റെ കീഴിലാണ് ആർട്ട് വർക്കും സ്റ്റേജും മൊത്തം എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ളത് നമ്മുടെ അബൂബക്കർ ഉസ്താദാണ്, നമ്മൾ ലിസാന്റെ കൂടെ ഉസ്താദാണ്. അപ്പൊ അബൂബക്കർ ഉസ്താദ് ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കി. നമ്മൾ ലിസാന്റെ ഒന്നുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ ആർട്ട് ഫെസ്റ്റ് ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആണ് ആളുകൾ സ്റ്റേജിന്റെ വർക്കിനെ പറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് നമ്മളെ മീഡിയ വർക്കുകളാണ്. ഇപ്പൊ തന്നെ ജസ്റ്റ് കഴിഞ്ഞും അതിനുപോലെ 50ഓളം പത്രങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകം ഒരു ആർട്ട് ഗാലറി തന്നെ ഒരു തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ബോർഡിന്റെ കീഴിൽ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരു ആർട്ട് ഫെസ്റ്റ് നടക്കാനുള്ള വൈദ്യുതി ആംബിയൻസ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് 2 ദിവസമായിട്ട് ആർട്ടിഫിഷ്യൽ 24 ഒരുപാട് കാര്യങ്ങൾ ജഡ്ജ് ചെയ്തിട്ടുള്ള നമ്മുടെ നസീർ ഉസ്താദാണ്. അപ്പൊ നസീർ ഉസ്താദ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചും ഉസ്താദ് കണ്ട പ്രോഗ്രാമിനെ പറ്റിയിട്ട് സംസാരിക്കും. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. 2 ദിവസത്തൊക്കെ നല്ല കുട്ടികളുടെ കാഴ്ച പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ഹാർഡ് വർക്കോട് കൂടി ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഓരോ കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലായിട്ട് കുട്ടികൾ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും പാട്ടായാലും പ്രസംഗമായാലും പിന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കായാലും വളരെ പെർഫെക്റ്റോടെ എല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല ഒരു മെച്ചം കണ്ടിട്ടുണ്ട്. അതിന്റെ ഇനിയും മെച്ചങ്ങൾ സിബാക്കിനും കാണട്ടെ എന്ന് ഇതിലും ആശംസിക്കാണ്. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണാനുള്ള തൗഫീഖ് പഠിച്ചു നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.